വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു കുട്ടി വ്ളോഗാണ്. നമ്മൾ നമ്മുടെ അടുത്തൊരു ഐലൻഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീക്കിലി 3 ഡേയ്സ് ഒരു ഫെറി ബോട്ട് വരും. നമ്മൾ ആ ഫെറി ബോട്ടിലാണ് അപ്പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ആശ്രയിക്കുന്നത് ഈ ഒരു ബോട്ടിനെയാണ്. പിന്നെ മറ്റേ സ്പീഡ് ബോട്ടിലും പോകാറുണ്ട്. പക്ഷേ വീക്കിലി 3 ഡേയ്സ് ഉള്ളത് കാരണം മിക്ക ആൾക്കാരും ഇതിനെയാണ് ഇവിടെ ആശ്രയിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബോട്ടിൽ കയറി. ഈ ബോട്ടിൽ നമുക്ക് അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഒരു 1 അവർ എടുക്കും കേട്ടോ. മിനിമം 1 അവർ എടുക്കും. പക്ഷേ ഭയങ്കര റഫാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കും. കാമായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ അത് കാരണം നമ്മൾ സ്മൂത്തായിട്ട് പോയി നമുക്കധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതല്ലെന്നുണ്ടെങ്കിൽ കടലിൽ കൂടെയുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്, തിരയൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. 3 ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഒരു ടിക്കറ്റിന് 20 രൂപയാണ് ഇവിടുത്തെ. നാട്ടിൽ 100 രൂപയായേ. അപ്പോൾ ഇവിടെ മോള് ബോറടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ക്രോഷ്യ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ അവൾക്ക് ബോറാണ് ഈ ഫെറിയിൽ വരുമ്പോഴേക്കും ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് കുറേ അധികം ഐലൻഡുകൾ ഇവിടെ നമുക്ക് ബോട്ടിലിരുന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളൊരു 9 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഐലൻഡിലെത്തി കേട്ടോ. ഇവിടെയാണ് എല്ലാ ദ്വീപുകളിൽ നിന്നുമുള്ള ഫെറി ബോട്ടുകളെല്ലാം വരും. അപ്പം കൂടുതലായിട്ടുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവർ അവരുടെ ദ്വീപിലുണ്ടാക്കിയ കൃഷി ചെയ്തെടുത്ത വസ്തുക്കൾ, അതായത് പപ്പായ, കുക്കുംബർ, പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവരിവിടെ കൊണ്ടുവന്ന് കടകളിൽ കൊടുക്കുകയാണ് പതിവ്. അതല്ലെന്നുണ്ടെങ്കിൽ വിൽക്കും. സാറ്റർഡേ നമുക്കിവിടെ ഒരു മാർക്കറ്റുണ്ട്, ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. അത് ഒന്നെങ്കിൽ അതിൽ വിൽക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കുറേയധികം ഫ്ലാറ്റുകളൊക്കെ പുതിയതായിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ജസ്റ്റ് ഒരു ചായയും സമൂസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയതാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു ഷോപ്പിംഗ് പോലെ. നമ്മൾ എല്ലാ മാസവും ഒരു തവണ വരാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ 1-2 തവണ വന്നത് കാരണം ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ കയറിയതേ ഉള്ളൂ. പിന്നെ അത് നമ്മുടെ ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ മോളിങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടത് കാരണം ഞാനങ്ങനെ എടുത്തതാണ്. പിന്നെ ഡ്രിങ്ക്സ് എടുക്കുന്നുണ്ട്. കുടിക്കാനാണോന്ന് അറിയില്ല. പിന്നെ നമ്മുടെ പുളിമുട്ടായിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പൊരി. അപ്പോൾ കുഞ്ഞ് പറയുവാണ് നാട്ടിൽ കണ്ടതാണ്, പിന്നെ ഇപ്പോഴാണ് ഇവിടെ കാണുന്നതെന്നും പറഞ്ഞിട്ട് കാണിച്ചൊക്കെ തരുവാണ്. ഇത് പിന്നെ ഒരു കൈസ് മുന്തിരിയാണ് കേട്ടോ. അതിൻ്റെ വില കേട്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. 220 രൂപ ഇവിടുത്തെ. നാട്ടിൽ 1000 രൂപയ്ക്ക് മേളിലായി കേട്ടോ. ഞാനത് അവിടെ തന്നെ വെച്ചു. ഇതാണ് നമ്മുടെ റീജിയണൽ ഹോസ്പിറ്റലിൻ്റെ ഉൾവശം കേട്ടോ. അപ്പം പ്രയർ ടൈമൊക്കെ ആയത് കാരണം കുറേ ആൾക്കാരൊക്കെ ബ്രേക്കിനും കാര്യങ്ങളും പോയത് കാരണം അധികം തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഇത് 2 മണിക്ക് തിരിച്ചെടുക്കും. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഒരു 1:30 ആയപ്പോഴേ ബോട്ടിൽ വന്നിരുന്നു, ഒന്ന് ഫ്രഷൊക്കെ ആയി. അപ്പം പിന്നെ അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും, നമ്മുടെ ദ്വീപിലെത്തുമ്പോഴേക്കും ഒരു 2:45 ടൈമാവും. ഇവിടെ 2 മണിക്ക് എടുത്തതാണ്. അപ്പം നമ്മളൊരു 2:40-45 ആകുമ്പോഴേക്കും എത്തും കേട്ടോ. അപ്പം ഇതെന്തോ മിഠായിയാണെന്ന് അറിയത്തില്ല. ഏതോ ഒരു മിഠായി വായിലിട്ടാൽ പൊട്ടുമെന്നും പറഞ്ഞിട്ട് തിന്നുകൊണ്ടിരിക്കുവാണ്. പടക്കം പൊട്ടുന്ന പോലെ വായി തോന്നുമെന്നും ഒക്കെ പറയുവാണ്. പിന്നെ റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാണ് കേട്ടോ. ഒരു വയിൽ 20 രൂപ. അപ്പം 2 പേരും കൂടെ 40 രൂപ ഒരാൾക്ക് വരും. അതായത് 200 രൂപ കേട്ടോ ഒരാൾക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. ഓക്കെ, ബൈ.